ഇന്ന് നമ്മൾ ഇവിടെ ഒരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം. എല്ലാവർക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്കറോട്ടി അഥവാ കുഞ്ഞിപ്പത്തൽ എന്ന് പറയുന്ന ഒരു ഡിഷാണ്. ചിക്കൻ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ കക്കറോട്ടി ഉണ്ടാക്കാൻ വേണ്ട മാവാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു 2 കപ്പ് തേങ്ങ, ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 8 ചെറിയുള്ളി ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. നമ്മളിവിടെ 6 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പുഴുക്കലരി ഗ്രൈൻഡറിൽ അരച്ചെടുത്താലും മതി. നമ്മളിവിടെ എടുത്ത പത്തിരിപ്പൊടിക്ക് ചൂടുവെള്ളം ആവശ്യമില്ല, അത് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഇടുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. പിന്നെ വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഈ കുഴച്ചെടുത്ത മാവ് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് മാറ്റി വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഈ മാവ് മൊത്തം ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു അപ്പച്ചമ്പിലിട്ട് ഒരു 15-20 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ 1.5 കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റി ഒരു 5 സവാള കട്ട് ചെയ്തത്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 3-4 തക്കാളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു 6 പച്ചമുളകും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇതൊരു 3 വിസിലായാൽ തീ ഓഫാക്കാം. ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഇത് തുറന്നു നോക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർക്കാം. ഈ ചിക്കൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി വേവിച്ച് വെച്ച റൊട്ടി ഇതിലേക്ക് ഇടാം. നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ചെറിയ തിരിയിലാക്കി ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനു വേണ്ടി ഒരു തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത് രണ്ടും ചേർത്ത് ഒരു പേസ്റ്റാക്കി അരച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കാം. ഇത് വറ്റി വരുന്നത് വരെ ചെറിയ തീയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ കക്കറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അടിപൊളി റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.